പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പടച്ചിറപ്പ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മരണവാർത്തയാണ്. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. ഇന്ന് ഓരോ മരണവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ തന്നെ ജീവിതത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരമുള്ളൂ. അത് നമ്മൾ പരമാവധി ഉപയോഗിക്കുക. ജീവിതം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷെ മരണം അത് പടച്ച റബ്ബിൻ്റെ ഖലാഖാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിവിടെ ചെയ്ത നന്മ പ്രവൃത്തികൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ബാക്കിയൊക്കെ നമ്മളിവിടെ ഉപേക്ഷിച്ച് പോകണം, സ്വന്തം മക്കളെപ്പോലും. അപ്പോൾ മരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ മരിക്കണമെങ്കിൽ നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ വേണം. നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മുടെ ഈമാൻ കെടാതെ നോക്കണം. ഇവിടെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം, പക്ഷേ മരിക്കുന്ന നേരത്ത് ഈമാനോടുകൂടി പുഞ്ചിരിച്ച് മരിക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലത്ത് നല്ല രീതിയിൽ ഈമാനോടുകൂടി ജീവിക്കണം. അതിന് പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ, ആമീൻ. പ്രവാസിയുടെ മരണമാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. പ്രവാസികളുടെ മരണമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് വേദനയാണ്. അവരുടെ ജീവിതം നമുക്കറിയാലോ. ശരിക്കും അവർക്ക് ജീവിതമില്ല എന്ന് തന്നെ വേണം പറയാൻ. നാടും വീടും വിട്ട് നാട്ടുകാരെയും വിട്ട് കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിയുക. ഉരുകിത്തീരുകയാണ് അവർ. ഇന്ന് എത്ര പ്രവാസികളെയാണ് ദിവസേന അറബ് നാട്ടിൽ നിന്നും പെട്ടിയിലാക്കി നാട്ടിലേക്ക് അയക്കുന്നത്. എനിക്കെൻ്റെ പ്രവാസികളോട് പറയാനുള്ളത്, ജീവിതം നിങ്ങളുടേതാണ്. വിഷമങ്ങളും പ്രയാസങ്ങളും കടബാധ്യതകളൊക്കെ മാറിയാൽ പെട്ടെന്ന് തന്നെ നാട്ടിലെത്താൻ ശ്രമിക്കുക. കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ശ്രമിക്കുക. ജീവനുള്ള കാലത്തെ നമുക്കൊക്കെ ജീവിക്കാൻ സാധിക്കുള്ളൂ. പടച്ച റബ്ബ് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ, ആമീൻ. പ്രവാസിയായ മുഹമ്മദ് അഫ്സലിൻ്റെ മരണം, അതാണ് എനിക്ക് നിങ്ങളെ ഇന്ന് അറിയിക്കാനുള്ളത്. അഫ്സൽ 10 വർഷത്തോളമായി പ്രവാസിയായി ജീവിക്കുന്നു. വയസ്സ് 36. ഒരു മാസം മുമ്പാണ് നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ജീവിച്ച് നാട്ടിൽ നിന്നും അങ്ങ് പ്രവാസ ലോകത്തേക്ക് മടങ്ങിയത്. അത് ആ ഒരു സഹോദരൻ്റെ അവസാന യാത്രയായിരിക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടാവുമോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, അതാണ് മരണം. ഇന്ന് ആളുകൾ മരണപ്പെടുന്നത് നിങ്ങൾ കണ്ടില്ലേ? കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും ഇരിക്കുന്ന ഇരിപ്പിലും നടക്കുന്ന നടപ്പിലും പാടുന്ന പാട്ടിലുമൊക്കെ ആളുകൾ അറിയാതെ മരണപ്പെട്ടു പോവുകയാണ്. മുഹമ്മദ് അഫ്സലിൻ്റെ മരണം ഏറെ സങ്കടപ്പെടുത്തുന്ന മരണമാണ്. കുടുംബത്തോട് യാത്ര പറഞ്ഞു പോയിട്ട് ഒരു മാസമേ ആയുള്ളൂ. അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ലിഫ്റ്റിൽ വെച്ചായിരുന്നു ഹൃദയാഘാതം സംഭവിക്കുന്നത്. അഫ്സലിൻ്റെ മരണകാരണം അതാണ്. പരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് അഫ്സൽ ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീദിൽ മരണപ്പെട്ടു. വട്ടപ്പറമ്പ് പക്കത്ത് മുഹമ്മദ് മൈമൂന ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് അഫ്സൽ. 36 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. പണ്ടൊക്കെ പ്രായമായവരിൽ കണ്ടുവരുന്ന ഹൃദയാഘാതം, കുഴഞ്ഞു വീണുള്ള മരണം, ഇന്ന് ചെറുപ്പക്കാർ മുതൽ ചെറിയ മക്കൾ വരെ ഇതുപോലെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവുകയാണ്. ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു 9 വയസ്സുകാരി മരണപ്പെട്ടിരുന്നു. അതും കുഴഞ്ഞു വീണാണ് മരണപ്പെട്ടത്. നിങ്ങൾ നോക്കിയേ, 9 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നൃത്തവേദിയിൽ വെച്ചാണ് ഈ ഒരു പൊന്നുമോള് കുഴഞ്ഞു വീണു പോകുന്നത്. സ്കൂളിലെ വാർഷികാഘോഷ പരിപാടിക്കിടെ നൃത്തം പരിശീലിക്കുകയായിരുന്നു ആ ഒരു 9 വയസ്സുകാരി. പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. അധ്യാപകരൊക്കെ കൂടി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണപ്പെട്ടുപോയി. ചെറിയ മക്കളാണ്. എന്താ ഇങ്ങനെയെന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്രയെത്ര ആളുകളാണ് പെട്ടെന്ന് പൊടുന്നനെ മരണപ്പെട്ടു പോകുന്നത്. പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. ഈ കുട്ടി തമിഴ്നാട് സ്വദേശിയാണ്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. റഹ്മുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, മുഹമ്മദ് അഫ്സൽ എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ.
പടച്ച റബ്ബേ, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇവരുടെ കുടുംബത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റബ്ബേ. അവർക്ക് നീ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.